വെൽക്കം ഓൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LCD ലാബിലെ റിംഗ് കൗണ്ടർ എങ്ങനെയാണ് വെരിലോഗ് കോഡിൽ എഴുതി സോഫ്റ്റ്വെയറിൽ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമുക്ക് ഫയൽ എടുത്ത് ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. അതിനകത്ത് നെയിം നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു നെയിം കൊടുക്കാം. ഞാനിപ്പോൾ കൗണ്ടർ എന്നാണ് നെയിം കൊടുക്കുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ വെരിലോഗിലുള്ള പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കൊടുത്ത കൗണ്ടർ എന്നുള്ള നെയിം വന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ സോഴ്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെരിലോഗ് മൊഡ്യൂള് സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് ഫയൽ നെയിം ചോദിക്കുന്നുണ്ട്. നമുക്കതിനകത്ത് ഇഷ്ടമുള്ളൊരു ഫയൽ നെയിം കൊടുക്കുക. റിംഗ് കൗണ്ടർ ചെയ്യുന്ന കാരണം ഞാൻ റിംഗ് കൗണ്ടറാണ് നെയിം കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് നെക്സ്റ്റ് ചെയ്ത് പോവുക. ഈ ഒരു പേജിലാണ് നമുക്ക് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു ടൈപ്പിംഗ് ഡിലേ ഒഴിവാക്കാനായിട്ട് ഞാനിപ്പോൾ ഓൾറെഡി എടുത്ത് വച്ചിട്ടുള്ളത് പേസ്റ്റ് ചെയ്യുകയാണ്. ഇതാണ് ഒരു റിംഗ് കൗണ്ടറിൻ്റെ നമുക്കൊരു വലിയ കോഡ് എഴുതുന്നത് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിംഗ് കൗണ്ടർ നമ്മളത് ഹാർഡ്വെയറിൽ ചെയ്യുന്നൊരു എക്സ്പെരിമെൻ്റാണ്. അതിൻ്റെ സോഫ്റ്റ്വെയർ പാർട്ടാണ് നമ്മൾ ഈ സെല്ലിങ്സിനകത്ത് ഇപ്പം ചെയ്യാൻ പോകുന്നത്. പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സിന്തസൈസ് എക്സിസ്റ്റിയിൽ വന്ന് ചെക്ക് സിൻറ്റാക്സ് കൊടുത്ത് നോക്കുന്നു. കാരണം എന്തെങ്കിലും എറർ കോഡിനകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രീൻ ടിക്ക് വീഴും. ഇനി ഫയൽ നെയിമിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് വെരിലോഗ് ടെസ്റ്റ് ഫിക്സ്ചർ എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ റിംഗ് കൗണ്ടർ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ടെസ്റ്റ് റിംഗ് കൗണ്ടർ എന്നുള്ള പേര് കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുത്തു. ഫിനിഷ് ചെയ്ത് പോകുമ്പോഴേക്കും നമുക്ക് ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു പേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിനകത്തേക്ക് നമുക്ക് അറിയാം ക്ലിയറും ക്ലോക്കും കൊടുത്താണ് നമ്മൾ ആ ഒരു റിംഗ് കൗണ്ടറിനെ വർക്ക് ചെയ്യിക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഒരു ഇൻപുട്ട് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ക്ലിയർ 1 ക്ലോക്ക് 1 എന്നുള്ളൊരു രീതിയിലാണ് ഫസ്റ്റ് ഇൻപുട്ട്. അത് കഴിഞ്ഞൊരു #50 ഒരു 50 നാനോ സെക്കൻഡ് ഡിലേ കൊടുത്തിട്ട് നമ്മൾ അടുത്ത ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പം ആ ഒരു ലൈന് പേസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്കുള്ള ഇൻപുട്സുകൾ മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. ഡിലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിലേ കൊടുക്കാം. ഞാനിവിടെ 50 ആണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് ഡിലേ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ഇൻപുട്ട് ചെന്നിട്ട് 50 നാനോ സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അടുത്ത ഇൻപുട്ട് ചെല്ലുന്നത്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഡിലേ കൊടുത്തിട്ടായിരിക്കണം സെക്കൻഡ് ഇൻപുട്ട് തൊട്ട് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഇൻപുട്ട് നമുക്കല്ലാതെ തന്നെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കുറച്ച് ലൈൻസ് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഇൻപുട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷനിലാണ് ക്ലിയർ 1 ക്ലിയർ ഇൻപുട്ട് നമ്മൾ 1ഉം ക്ലോക്ക് 1ഉമായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇൻപുട്ടുകൾ എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. സെക്കൻഡ് ഇൻപുട്ട് ക്ലോക്ക് 0 ആക്കി വയ്ക്കുക, ക്ലിയർ അതുപോലെ 0 ആക്കി വയ്ക്കുക. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലോക്ക് പൾസ് 1 0 ആക്കി അങ്ങനെ സെറ്റ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ മാത്രം ഇൻപുട്ട് എന്ത് ചെയ്യുക, ക്ലോക്ക് 1 ക്ലിയർ 1. പിന്നെ അടുത്തതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അടുത്തത് തൊട്ട് ബാക്കിയുള്ള ക്ലിയർ പിന്നുകളെല്ലാം 0 ആക്കി സെറ്റ് ചെയ്യുക. ക്ലോക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് 0 1 കൊടുത്ത് പോയി അങ്ങനെ ഒരു പാറ്റേണിൽ ഇൻപുട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻപുട്ട് സേവ് ചെയ്തിട്ട് നമ്മൾ എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെ കൊടുത്താലായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് ഇൻപുട്ട് കൊടുത്തേക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഇൻപുട്ട് 1 0 0 0 എന്നുള്ളൊരു കണ്ടീഷനിൽ സെറ്റ് ചെയ്ത് വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോഴാണ് ആ ഷിഫ്റ്റിങ് പോയി അതൊരു റിംഗ് കൗണ്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് കാണുന്നത്. ഇൻപുട്ട് കൊടുത്തു, സേവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ബിഹേവിയറൽ ചെക്ക് സിൻറ്റാക്സ് കൊടുത്തിട്ട് എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നോക്കുന്നു. ഗ്രീൻ ടിക്ക് വീഴുന്നുണ്ട്, അപ്പം നമുക്ക് എറർ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമുലേഷൻ കൊടുക്കാം. സിമുലേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കറക്റ്റായിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഇതാണ് ഒരു റിംഗ് കൗണ്ടറിൻ്റെ ഔട്ടെന്ന് പറയുന്നത്. അതിനെ നമുക്ക് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 1 0 0 0 കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് 0 1 0 0 0 0 1 0
അങ്ങനെ ആ ഒരു പാറ്റേൺ പോയിട്ട് തിരിച്ചത് റിപ്പീറ്റ് ചെയ്ത് 100 എന്ന് പറഞ്ഞിട്ട് വീണ്ടും റിംഗ് കൗണ്ട് നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം എന്താണ് ക്ലിയറായിട്ട് നമുക്ക് ആ ഒരു ഇമേജിൽ നിന്ന് ആ ഫസ്റ്റ് ഉണ്ടായിരുന്ന 100 കണ്ടീഷൻ ആ ഒരു ഷിഫ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് എഗെയിൻ 100 എന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതായിട്ട് ആ ഒരു ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത്രയും ഈസി ആയിട്ടാണ് നമുക്ക് ഒരു റിംഗ് കൗണ്ടർ ചെയ്യാൻ പറ്റുക. ഓക്കെ, നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ ആ ഒരു ഔട്ട്പുട്ട് ആ ഒരു ഗ്രാഫിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സൈഡിൽ അതിൻ്റെ ആ ഒരു ലേബൽ വേണമെങ്കിൽ നോക്കാം, എങ്ങനെയാണ് അത് മാറിപ്പോയിരിക്കുന്നത് എന്നുള്ളത്, ഷിഫ്റ്റ് ചെയ്ത് പോയിരിക്കുന്നത് എന്നുള്ളതും ആ കൗണ്ടിങ് റിപ്പീറ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് ഒരു റിംഗ് കൗണ്ടറിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്.